In participatory approach, the students have an active role in the teaching learning process. Now let's see about the various elements of teaching learning process. So ഈ സ്ലൈഡിലെ കാര്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സംഭവിക്കണമെങ്കിൽ ആരൊക്കെ വേണ്ട ഒരു ലേണർ വേണം അല്ലേ. സോ ദർ ഷുഡ് ബി എ ലേണർ whose nervous system, senses and muscles are operated in a sequence in order to achieve a particular behavior. സോ ആദ്യം വേണ്ടത് ഒരു ലേണറാണ്. അവിടെ ലേണറിൻ്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഗ്രാസ്പ് ദ നോളജ് ദാറ്റ് ഇസ് കൺവേഡ്. ഇനി അടുത്തതായിട്ട് ആരാ വേണ്ടത്? ടീച്ചർ വേണം അല്ലേ. ടീച്ചർ ഇല്ലാതെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നടക്കില്ല. സോ ദർ ഷുഡ് ബി എ ടീച്ചർ and teacher is the one who is responsible for selecting and organizing the teaching learning methods and consciously planning the teaching learning process so that the learner will be able to achieve or grasp whatever she teaches. So ആദ്യത്തെ എലമെന്റ് ആയിരുന്നു learner, then we had the teacher. The next element is a series of learning objectives. സോ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്യേണ്ട ബിഹേവിയർ എന്തൊക്കെയായിരിക്കണം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയായിരിക്കണം, ഇതനുസരിച്ച് വി ഷുഡ് ഹാവ് എ സീരീസ് ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. സോ ദിസ് ഇസ് ദ തേർഡ് എലമെന്റ്, എ സീരീസ് ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ് സിറ്റുവേഷൻസ്. നമ്മളൊരു ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ആ ലെസൺ പ്ലാനിലൊരു ഡിസീസ് പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ബേസിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അതനുസരിച്ചായിരിക്കും ആ ലെസൺ പ്ലാൻ ഉണ്ടാക്കുക അല്ലേ. സോ ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് or third element, a series of learning objective situations. The next is a sequence of stimulus response situations. So stimulus response എന്ന് പറയുമ്പോൾ ഒരു ലേണറിൻ്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ ചേഞ്ച് നമ്മൾ ഒബ്സർവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനുമായിട്ടുള്ള വേരിയസ് സിറ്റുവേഷൻസ് ദാറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് സോ ദാറ്റ് ദ ലേണിംഗ് ക്യാൻ ഹാപ്പൻ പ്രോപ്പർലി. So these are the initial four elements: a learner, a teacher, a series of learning objective situations, a sequence of stimulus response situations. The next is reinforcement of behavior. ഒരു സ്റ്റുഡൻറ്റ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബിഹേവിയർ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ദർ ഷുഡ് ബി റീഇൻഫോഴ്സ്മെൻറ്റ്. So reinforcement of that behavior or the desirable behavior is the fifth element. And finally, there should be the monitoring, assessment and evaluation of the learner's changes in behavior in relation to the objectives of the teaching learning process. So ലേണറിൻ്റെ ബിഹേവിയറിൽ ഉണ്ടായ മാറ്റവും നമ്മളുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ബേസിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഒരേപോലെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ അവസാനത്തെ എലമെൻറ്റ്. സോ ദീസ് ആർ ദ വേരിയസ് എലമെൻറ്റ്സ്. ലെറ്റ്സ് സീ വൺ ബൈ വൺ. എ ലേണർ, എ ടീച്ചർ, എ സീരീസ് ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ് സിറ്റുവേഷൻസ്, എ സീക്വൻസ് ഓഫ് സ്റ്റിമുലസ് റെസ്പോൺസ് സിറ്റുവേഷൻസ്, reinforcement of that behavior, the monitoring, assessment and evaluation of the learner's changes in the behavior in relation to the objectives of teaching learning process. Now let's see the various purposes of teaching. So the various purposes of teaching according to Gulibert are to acquire, retain and be able to use knowledge. സോ പുതിയ നോളജിനെ അക്വയർ ചെയ്ത നോളജിനെ റീറ്റെയിൻ ചെയ്ത നോളജിനെ ഉപയോഗിക്കാൻ പറ്റുക. ഇതാണ് വൺ ഓഫ് ദ പേർപ്പസ് ഓഫ് ടീച്ചിങ് അക്കോർഡിംഗ് ടു ഗുലിബർട്ട്. ദ നെക്സ്റ്റ് പേർപ്പസ് ഇസ് അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, സിന്തസൈസ് ആൻഡ് ഇവാലുവേറ്റ്. സോ ഒരു പുതിയ കാര്യം കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാനായിട്ടും അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടും അതിൽ നിന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യാനായിട്ടും ആൻഡ് ഫൈനലി അതിൻ്റെ ഔട്ട്കമ്മിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ദ നെക്സ്റ്റ് പർപ്പസ് ഓഫ് ടീച്ചിങ്. ദ അതർ പർപ്പസസ് ആർ അച്ചീവ് സ്കിൽസ്, എസ്റ്റാബ്ലിഷ് ഹാബിറ്റ്സ് ആൻഡ് ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ്. സോ ദീസ് ആർ ദ ബേസിക് purposes of teaching according to Gulibet: acquire, retain and be able to use knowledge, understand, analyze, synthesize and evaluate,
achieve skills, establish habits, and develop attitudes. Now let's see the various principles of teaching. So the various principles of teaching are, the first principle is principle of motivation. So the best teacher is one who inspires the students. അല്ലേ, ഒരു സ്റ്റുഡൻറ്റിനെ എന്താ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചർ ആയിരിക്കും ദ ബെസ്റ്റ് ടീച്ചർ. ആൻഡ് സ്റ്റുഡൻസ് ബേസിക്കലി ലവ് ദോസ് ടീച്ചേഴ്സ് അല്ലേ. എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. So a teacher should motivate the student to learn more or acquire knowledge and use this knowledge in their future. The next principle is the principle of activity. So teaching is basically an active process. While teaching, the teacher should be alert, smart, and follow the most suitable method of teaching. She should participate in various activities that may drive the attention of the students, and she should provide various types of activities such as assignments or projects in order to enhance the creative skills of the students. So principle of activity എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അലേർട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. സോ ഈ ഒരു കുട്ടി അലേർട്ട് ആവാനായിട്ട് ദ ടീച്ചർ ഷുഡ് യൂസ് അപ്പ് വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് എ പ്രൊജക്ട് ഓർ എൻ അസൈൻമെൻറ്റ് ഓർ റീഡിങ് ഔട്ട് ലൗഡ് or performing or demonstrating a skill. All these are activities which enhances the alertness of the students as well as arouse the interest of the students in that particular knowledge acquisition activity. So ആദ്യമേ നമ്മൾ കണ്ട പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി. The next is the teacher should arouse interest in students. So the teacher always should arouse interest in students before teaching a particular thing. ഒരു കൗതുകമുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം എന്താണ് എന്ന് ആൾക്കാർ അന്വേഷിക്കുകയുള്ളൂ അല്ലേ. ഒരു ആദ്യമേ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഒരു കുഞ്ഞി കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഐസ് ബ്രേക്കിംഗ് സെഷനിലൂടെ ആ ഒരു കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ പിടിച്ചു പറ്റുകയാണെങ്കിൽ the students would be motivated to learn more. So that is the principle of teaching, which says that teacher should arouse interest in students, and only through this the teacher will be able to convey or help the student to achieve that particular skill which is intended to be conveyed in the class. The next principle is there should be well defined objectives. സോ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ വേഗമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറയുകയല്ലാതെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ആ ഒരു ക്ലാസ്സിൽ നിന്നും അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. ആൻഡ് ദ ഹോൾ ക്ലാസ് ഷുഡ് ബി പ്ലാൻഡ് അക്കോർഡിംഗ് ടു ദോസ് ഒബ്ജക്റ്റീവ്സ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് 4 principles: principle of motivation, principle of activity, teacher should arouse interest in students, there should be well defined objectives. The next principle is principle of individual difference. So all individuals are unique. Some may have good grasping powers, some may be slow learners, some may have good creative ideas. So അങ്ങനെ ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് വേണം ടീച്ചർ ഉപയോഗിക്കാനായിട്ട്. സോ ദിസ് സേസ് ദാറ്റ് all individuals are unique, so students should be considered while planning the teaching learning session so that all students will be able to acquire that particular lesson. The next is principle of creativity. So the teacher should use up various creative ideas in order to enhance the reception of the students as well as in order to arouse the interest of the students and convey the knowledge effectively. So this is principle of creativity. The teacher should use various creative ideas